നമസ്കാരം. ഇതൊരു ഞാൻ ചുറ്റി നടന്ന ചില ഏരിയകളിലെ രാഷ്ട്രീയമായൊരു വിശകലനം മാത്രമായിട്ട് ഈ എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, അങ്ങനെ ചില ഏരിയകളിലൊക്കെ, തൃശ്ശൂർ, പാലക്കാട്, അങ്ങനെ കുറേ ഏരിയകളിലൊക്കെ ഞാൻ ഒന്ന് കറങ്ങുകയുണ്ടായി. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് അവിടെയൊക്കെ ഇതെങ്ങനെ എന്നൊക്കെ ഒന്ന് അറിയാനും നോക്കാൻ വേണ്ടിയായിട്ട് തമാശയായിട്ട് പോയതായിരുന്നു. എറണാകുളം IBയിലും എന്ന് പറയുന്നത് മാറ്റമില്ലാണ്ട് തുടരുകയാണ്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ 2020 പെരുമ്പാവൂർ, കുന്നത്തുനാട് അല്ലാണ്ട് വേറെ എവിടെയും വോട്ട് കിട്ടാൻ സാധ്യതയില്ല. ഏകദേശം അവരൊരു 60,000 വോട്ട് വരെ അവർ പിടിക്കും എന്ന് പറഞ്ഞ് ഉറപ്പുണ്ട്. അതിനേക്കാൾ മുകളിൽ അവർ പോകാൻ സാധ്യതയില്ല. അതിനേക്കാൾ കൂടുതൽ മറ്റ് സ്ഥാനാർത്ഥികൾ പിടിക്കും. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ ജയിക്കാനാണ് സാധ്യത. പിന്നെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ഏകപക്ഷീയമായ സുരേഷ് ഗോപിയുടെ മുന്നേറ്റമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റ് രണ്ടുപേരെയും അത് ഇവിടെ പരിഗണനയിലേക്ക് എടുക്കാൻ തന്നെ ഒരു സംഭവം ഇല്ലാത്ത മാതിരിയായിട്ട് BJPയുടെ കൊടി പാരും എന്ന് പറഞ്ഞ് ഉറപ്പാണ്. തൊട്ടടുത്ത് ആലത്തൂരിൽ രാധാകൃഷ്ണൻ CPIയുടെ സ്ഥാനാർത്ഥി മന്ത്രിയായിട്ടിരുന്നിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒരു സീറ്റ് നേടാനുള്ള വഴിയാണെന്നല്ല. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ BJP സ്ഥാനാർത്ഥി അവിടെ ആദ്യമായിട്ട് ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കാൻ സാധ്യതയില്ല. അത് തീവ്രമായിട്ട് കോൺഗ്രസിന് ക്ഷീണം ചെയ്യും. കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ തോൽക്കുമെന്ന് ഏകദേശം ഉറപ്പായി. പിന്നെ പാലക്കാട് കോൺഗ്രസ് നീലകണ്ഠൻ ജയിക്കും. അതിന് വലിയ വിശദീകരണമൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ പൊന്നാനി, മലപ്പുറത്തിൻ്റെ കാര്യങ്ങൾ പറയണ്ട. അവരുടെ ഭൂരിപക്ഷമുള്ള ഒരു വിഭാഗം മാത്രമായിട്ടുള്ള സംഭവത്തിൽ അവരുടെ വോട്ടുകൾ എങ്ങടാ പോവുക എന്ന് പറഞ്ഞ് ജനങ്ങൾ തീരുമാനിച്ചാൽ. വയനാട് രാഹുൽ ഗാന്ധിക്ക് സംഭവം തന്നെ വിജയിക്കും. തക്കവരും റായ്ബറേലിയിൽ പുള്ളി മത്സരിക്കണമെങ്കിൽ എനിക്കൊരു തെറ്റ് പറയാൻ പറ്റില്ല. കാരണം പാർട്ടിയുടെ ഒരു സംഭവമാണ്. പാർട്ടി സംഭവങ്ങളിൽ ഇപ്പോൾ ആർക്ക് എത്ര സ്ഥലങ്ങളിൽ വേണമെങ്കിലും മത്സരിക്കാനും എന്നൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനത്ത് വിൽക്കാൻ, മറ്റു സ്ഥാനം വേണ്ടാന്ന് വെച്ചിട്ട് ഉപേക്ഷിക്കാനും രാഷ്ട്രീയക്കാരായവർക്ക് അവകാശമാണ്. അത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കും. അല്ലാണ്ട് അതിൽ ഇന്നത് വിട്ടു എന്ന് പറഞ്ഞാൽ വാരണാസി പിടിച്ചിട്ട് മറ്റത് ഗാന്ധിനഗർ വേണ്ടാന്നൊക്കെ, ഗുജറാത്ത് വേണ്ടാന്നൊന്നും മോദി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അറിയുന്ന ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കും. അത് വേറെ സംഭവങ്ങളൊന്നുമില്ല. രാഷ്ട്രീയമായിട്ട് അങ്ങനെ വിമർശിക്കാം. പക്ഷെ അവിടെ രാഹുൽ ഗാന്ധി തന്നെ കൊണ്ടുപോകും. കോഴിക്കോട് UDFനുള്ള സീറ്റാണെന്ന് വേറെ പറയേണ്ട. വടകരയിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആലോചനാ വിധാനങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ ജയിക്കാനാണ് സാധ്യത. എങ്ങനെ എന്നോ നോക്കില്ല. വടകര സ്ഥാനത്ത് CPM കൊണ്ടുപോകും. കോഴിക്കോടും
CPM-ലേക്ക് പുള്ളിത്താനെ പൂർണ്ണമായിട്ടും എല്ലാവരും കഴിയുള്ളൂ. കൂടെ നിന്നവർ തന്നെ കാലുവാരിണ്ടെന്നാണ് ഏകദേശം അവിടുത്തെ സംഭവം. CPM-ൻ്റെ കേരളത്തിൽ ആറ്റിങ്ങൽ, കാസർഗോഡ്, ആലത്തൂർ, വടകര, അങ്ങനെ ഈ 4 എണ്ണം അവർ കൊണ്ടുപോകും. CPM-ൻ്റെ ആ 4 എണ്ണത്തിന് കോട്ടം തട്ടാണ്ടിരുന്നതും ഏത് EPJ രാജൻ്റെ കേസ് വന്നിട്ടും കൂടെ ആ 4 എണ്ണത്തിന് കോട്ടം തട്ടാണ്ടിരുന്നത് ആ 4 മത്സരിക്കുന്നവർ ആ നാട്ടിൽ ഒരു നല്ല പേരുള്ളത് കൊണ്ട് മാത്രമാണ്. CPM-ൻ്റെ പേരിലോ CPM-ൻ്റെ പാർട്ടിയുടെ ഇതിലോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ പേരിലോ എല്ലാവരും ജയിച്ചത്. അവർ ജയിച്ചത് എന്ന് പറഞ്ഞാൽ അവർ ജയിക്കുന്ന ഉറപ്പാണ്. നമ്മൾ കേട്ടോ പറഞ്ഞു. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രേമചന്ദ്രൻ തന്നെ കൊല്ലത്തുന്ന ഇതായിട്ട് വരും. മുകേഷിന് വല്ല വോട്ടുകളൊന്നും കിട്ടാണ്ടാവും. മുകേഷ് വിളിക്കുന്നതിൻ്റെ ഏകദേശം അത്ര തന്നെ കൃഷ്ണകുമാറും വിളിക്കും. അവിടെ വലിയ സംഭവമൊന്നുമില്ല. അവിടെ പ്രേമചന്ദ്രൻ തന്നെ സീറ്റ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞതിന് യാതൊരു തർക്കമില്ല. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ കട്ടയ്ക്ക് മത്സരം ഉണ്ടാകാൻ പോകുന്നത് ശോഭയും വേണുവും തമ്മിലാണ്. അതിലൊരു 98.5% വേണു ജയിക്കാനാണ് സാധ്യത. എന്താ എന്ന് പറഞ്ഞ് പിന്നെ വിശകലനം ചെയ്യേണ്ടി വരും. പിന്നെ പറഞ്ഞു പത്തനംതിട്ട ആൻ്റണിയും അനിൽ ആൻ്റണിയും തമ്മിലായിരിക്കും മത്സരം. തോമസിനെ ആർക്കും കണ്ടുകൂടാത്ത ലെവലിലായിട്ട് ആ നാട്ടിലുള്ള CPM പ്രവർത്തകർ തന്നെ പുള്ളിക്കെതിരായിട്ടാണ് വോട്ട് ചെയ്തത്. എതിരായിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു പാകിസ്ഥാൻ സപ്പോർട്ടായിട്ടൊരു ചെറിയ സംഭവങ്ങൾ പറഞ്ഞാണ്. അത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭിന്നിപ്പിനുള്ള ഒരു വഴി തുറന്നതാണ്. അപ്പം സാധ്യത അവിടെ അനിൽ ആൻ്റണിക്കാണ്. ഇനി വേറെ സംഭവങ്ങൾ അട്ടിമറികൾ നടന്നാൽ മാത്രമേ ആൻ്റണി ജയിക്കുകയുള്ളൂ. അവർ തമ്മിലാണ് അവിടെ ഒരു മത്സരം ഉള്ളത്. പിന്നെ രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരും അവരുടെ അടുത്ത് അവിടെ ശശി തരൂർ ഇത്തവണ അടിയറവ് പറഞ്ഞു എന്ന് തന്നെ പറയും. BJPയുടെ നേർവഴിക്ക് 2ാമത്തെ സീറ്റും പത്തനംതിട്ട ജയിച്ചു വന്ന 3ാമത്തെ സീറ്റുമായിട്ട് തൃശ്ശൂർ തിരുവനന്തപുരം മാറി. തിരുവനന്തപുരം, പത്തനംതിട്ട, പത്തനംതിട്ട, തൃശ്ശൂർ ഈ 3 സീറ്റുകളാണ് BJPയുടെ മേൽക്കണ്ണിൽ നിൽക്കുന്ന ഒരു സംഭവം. ആറ്റിങ്ങലിൽ 2ാം സ്ഥാനത്ത് കോൺഗ്രസ് തന്നെ ഉണ്ടാവും. 4ാമതായിട്ട് CPM കയറി വരും ഇവിടെ ആറ്റിങ്ങൽ. അങ്ങനെയാണ് പറയാൻ സാധ്യത. ഇടുക്കി ഡീൻ കുര്യാക്കോസ് തന്നെ കൊണ്ടുപോകും. ഇത് ഇപ്പോൾ ഏകദേശം സീറ്റുകളുടെ ഇതിൽ പറഞ്ഞാൽ കോൺഗ്രസ്സിന് മേൽക്കൈമയാണോ? അല്ല. കാരണം അവർ 19 സീറ്റ് കഴിഞ്ഞ UDF കൊണ്ടുപോയതാണ്. ഈ വട്ടം 13-12 സീറ്റുകൾ കൊണ്ട് അവർ ഒതുങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് ഒരു ദാരുണമായ ഒരു സംഭവമാണ്. കോട്ടയത്ത് അതിലെന്നെ കൊണ്ടുപോകും. മറ്റേ ഫ്രാൻസിസ് ജോർജ് അയാളാണ് ജയിക്കാൻ സാധ്യത. ചാളിക്കാളിനൊന്നും ഇത്തവണ തൊഴില്ല, പുള്ളി പോയി. ജയിപ്പിക്കും അവിടെ വലിയ റോൾ ഇല്ല. അവിടെ കൊണ്ടുപോകുന്നത് ഇവർ തന്നെയായിരിക്കാം സാധ്യത. അപ്പോൾ അങ്ങനെ ഇവിടെ
തുടക്കം കുറിക്കുന്നത് UDF പ്രേമചന്ദ്രൻ, ബെന്നി, മറ്റേ ഹെബിയുടെ ബെന്നി ബെഹനാൻ, ഡിൻ കുര്യാക്കോസ്, ശ്രീകണ്ഠൻ, മറ്റേ സമദാനി ഈ വട്ടം വെള്ളം കുടിക്കും, ശരിക്കും വെള്ളം കുടിക്കും. ശരിക്കൊരു മത്സരം തന്നെ അവിടെ വന്നു. മറ്റേ മുഹമ്മദ് ബഷീറിൻ്റെ സംഭവം കുഴപ്പമുണ്ടാവില്ല. പക്ഷെ സമദാനി വെള്ളം കുടിക്കുന്ന ഒരു രംഗം തന്നെയായിരിക്കും ഇപ്പം നമ്മൾ കാണാൻ സാധിക്കുക. ഇത് എൻ്റെ റിപ്പോർട്ട്. ബാക്കി നേരിടും.